ഹായ്, എന്തുകൊണ്ടാണ് ഒരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ എന്നതാണല്ലേ ആദ്യ ചോദ്യം. എൻ്റെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ഫേസ് ചെയ്യുമ്പോൾ കാണുന്ന എൻ്റെ ഫേസിൽ കാണുന്ന ഈ ജാള്യത, അത് തന്നെയാണ് എൻ്റെ ആദ്യ റീസൺ. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നത്? അതല്ലെങ്കിൽ എൻ്റെ ഫിറ്റ്നസ് ഗോളുകൾ എന്തുകൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല? പല ശീലങ്ങളും ദുശീലങ്ങളാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് എനിക്കതിനെ മറികടക്കാൻ കഴിയുന്നില്ല? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു 75 ഹാർഡ് ചലഞ്ച്. ഹേ, ഇറ്റ്സ് മീ അജു കേരള. വെൽക്കം മൈ ചാനൽ. ഒരു അഡാർ കിടിലൻ ചലഞ്ചുമായിട്ടാണ്. അപ്പോൾ ഈ ശീലങ്ങളെല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാൻ നല്ല കിടിലൻ ചലഞ്ചാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. 75 ദിവസം കണ്ടിന്യൂസ്ലി ഒരു വ്ളോഗായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. പല ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് അങ്ങനെ തുടങ്ങുന്ന പല മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പരാജയപ്പെട്ടവരുണ്ട്, വിജയിച്ചവരുണ്ട്. കണക്ക് പറയുന്നത് 99% പേരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് വിശേഷിക്കപ്പെടുന്നത്. എനിവേ, നമുക്കത് ആ ഒരു ചലഞ്ച് നമുക്കും ഏറ്റെടുത്ത് ചെയ്തു നോക്കാം. വിത്തൗട്ട് പർപ്പസ് ദർ ഇസ് നോ ഡെസ്റ്റിനേഷൻ എന്നാണ്. അപ്പോൾ ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ എന്താണ് ചലഞ്ച് എന്നും ഞാൻ എന്തിന് ഈ ചലഞ്ച് തുടങ്ങുന്നു എന്നുള്ളതാണ് അല്ലേ. ഞാൻ എന്തിനു തുടങ്ങുന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഞാൻ എന്തിനാണ് ഈ ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഈ ചലഞ്ച് എന്താണ് എന്നുള്ളതാണ് 75 ഹാർഡ് ചലഞ്ച് എന്ന് പറയുന്നത്. 75 ദിവസം 5 കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യണം. അതാണ് 75 ഹാർഡ് ചലഞ്ച് എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് തിങ്, നമ്മൾ മോർണിംഗിൽ എണീച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫി എടുക്കുക. സെൽഫി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലും വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും വരുന്ന മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ രാവിലെ മോർണിംഗ് എണീറ്റ ഉടനെ ഒരു സെൽഫി എടുക്കുക എന്നുള്ളത്. അത് നെക്സ്റ്റ് വരുന്ന ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഞാൻ ഇപ്പോൾ 3 ലിറ്റർ കംപ്ലീറ്റ് ആക്കാൻ ഒരു 3 ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം. അടുത്തതായിട്ടുള്ളത് മോർണിംഗ് ഈവനിങ് 2 ടൈംസ് ഇൻഡോർ ഔട്ട്ഡോർ 5 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് മോർണിംഗിൽ ഞാനൊരു വാക്കിങ്ങിന് പോയി. അടുത്തതായിട്ട് ഇൻഡോറാണ്. ഇൻഡോർ ഞാൻ 2 to 2:30 എൻ്റെ ലഞ്ച് ബ്രേക്ക്, ആ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ 3 to 4 വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതായത് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് എടുക്കാമെന്നുള്ളത്. അപ്പോൾ 3 റൂൾസ് കഴിഞ്ഞു. 4ാമത്തെ റൂൾ എന്ന് പറയുന്നത് പ്രോപ്പർ ഡയറ്റാണ്. അതായത് നമ്മൾ ചീറ്റ് ഫുഡൊന്നും കഴിക്കരുത് എന്നുള്ളതാണ്. അത് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം. ഞാൻ കുക്കിംഗ് എല്ലാം റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുക്കിംഗ് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ചെയ്യുന്നു. അതാകുമ്പോൾ ചീറ്റ് ഫുഡ് അധികം കെയർ ചെയ്യില്ല. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ്, നോൺ ഫിക്ഷണൽ ബുക്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ 20 പേജ് ഡെയിലി വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി നമുക്ക് 75 ദിവസം കൊണ്ടുപോകണം. ഒന്ന് എൻ്റെ നോളജ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ ഡെയിലി എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്, അതുപോലുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും വീഡിയോകളിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.